ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 46 അധ്യായം 3 വചനം, ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പ്രിയ സഹോദരരെ, ദൈവത്തിൻ്റെ അനന്തമായ ആ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും എല്ലാം ഈ ഒരൊറ്റ വചനഭാഗത്തുണ്ട്. എന്നും എപ്പോഴും എവിടെയും നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവം എത്രമാത്രം ശ്രദ്ധയുള്ളവനാണെന്ന് നാം ഓർക്കണം. അവിടുന്ന് എപ്പോഴും നമ്മെ വഹിക്കുന്നവനാണ്. ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവനാണോ? സാമ്പത്തിക തകർച്ച, ജോലിയില്ലായ്ക, പഠനത്തിൽ പരാജയം, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ, സൽപ്പേരിൻ്റെ നഷ്ടം, തീരാ രോഗങ്ങൾ, അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കാമോ? ഗർഭപാത്രത്തിലെ ഉരുവായ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മെ പരിപാലിക്കുന്ന ദൈവം, അവിടുന്ന് അരുളി ചെയ്തിലെ വാർദ്ധക്യത്തിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതേ, ഓരോ നിമിഷത്തിലും നമ്മെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അവിടുത്തെ അനന്തമായ കാരുണ്യം, ആ കാരുണ്യത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാം. അവിടുത്തോടൊന്ന് ചേർന്ന് നിൽക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 26:3 ഇങ്ങനെയല്ലേ പറയുന്നത്? കർത്താവിൽ ആശ്രയിക്കുന്നവനിൽ, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനിൽ ദൈവം അവനെ സമാധാനത്തിന് തികവിൽ കാത്തുകൊള്ളുമെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക സമാധാനം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും അതിൻ്റേതായ ആശ്വാസമുണ്ടാകുന്നു, സംരക്ഷണമുണ്ടാകുന്നു. നമുക്ക് ലോകത്തിലേക്കല്ല, ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സംരക്ഷകനും ഞങ്ങളുടെ പരിപാലകനും വാർദ്ധക്യം വരെയും ഞങ്ങളെ കാത്തു പരിപാലിക്കുമെന്നും വാക്കുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തു വഴിയായി ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവമേ, ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന തിരുവചനം എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രശ്നങ്ങളിലും ഉളവാകുവാൻ കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ.